ജമ്മുവിലെ അനന്തനാഗിൽ ഒക്ടോബറിൽ ചാർജ് ചെയ്ത ഒരു സാധാരണ UAPA കേസ് അത് നവംബർ ആയപ്പോഴത്തേക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായി പരിണമിച്ചതിന്റെ ചുരുളഴിയുന്ന നടുങ്ങലിലാണ് രാജ്യം ഇപ്പോൾ. ഒക്ടോബർ 19 അനന്തനാഗിലെ നൌഗാമിൽ നിന്ന് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച് ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ശ്രീനഗറിലെ SSP ആയിട്ടുള്ള GV സന്ദീപ് ചക്രവർത്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. അദ്ദേഹം അത് ഗൗരവമായി തന്നെ എടുത്തു, അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മുൻപ് കല്ലേറ് കേസുകളിൽപ്പെട്ട 3 പേരാണ് ഈ പോസ്റ്റ് ഒട്ടിപ്പിന്റെ പിന്നിൽ നിന്ന് അദ്ദേഹം മനസ്സിലായി. അവരെ പൊക്കിയപ്പോൾ അതിന്റെ പിന്നിൽ ഇർഫാൻ അഹമ്മദ് മൗലവി എന്ന നൌഗാമിലെ പള്ളിയിലെ ഇമാമാണെന്ന് മനസ്സിലായി. ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ യാതൊരു വിവരങ്ങളും ഇദ്ദേഹം പുറത്തുവിട്ടില്ല, ഈ ഇമാം പുറത്തുവിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ഒരു ചില ടെലിഗ്രാം ഗ്രൂപ്പുകൾ കണ്ടെത്തുകയും ഈ ഗ്രൂപ്പുകൾക്ക് ജെയ്ഷെ മുഹമ്മദുമായി ലിങ്ക് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട ടെലിഗ്രാം ഗ്രൂപ്പുകളാണ് ഇയാളുടെ ഫോണിലുള്ളത് എന്ന് കണ്ടെത്തിയതാണ് പ്രധാന വഴിത്തിരിവായിട്ട് മാറിയത്. ഇവിടെ നിന്ന് കൂടുതൽ ആഴത്തിലുള്ള ഭീകര ശൃംഖലയിലേക്കുള്ള നിർണായക സൂചനകൾ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചു. അന്വേഷണം പെട്ടെന്ന് തന്നെ കാശ്മീരിന് പുറത്തേക്ക് വ്യാപിച്ചു. ഒക്ടോബർ 30 ഹരിയാന ഫരീദാബാദിലെ അൽ ഫല മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ മുസമ്മൽ ഷക്കീലിന്റെ അറസ്റ്റ് ആയിരുന്നു ഈ ഭീകരാക്രമണ അന്വേഷണത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയാം. അത് വിശാലമായിട്ടുള്ള ഭീകര ശൃംഖലയെ തുറന്നു കാട്ടുകയും നിരവധി ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിലേക്കും സുരക്ഷാ സേനയെ നയിച്ചു. നവംബർ 6 ആയപ്പോൾ കേസ് UPയിലെത്തി. അവിടെ സഹാറൻപൂരിൽ ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ അദീൽ റാത്തറിനെ പിടികൂടി. ഇയാളുടെ ലോക്കറിൽ നിന്നും AK-56 തോക്കുകളും റൈഫിളുകളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. നവംബർ 7 ആയപ്പോഴേക്കും മെഡിക്കൽ പ്രൊഫഷണലുകളും സ്ലീപ്പർ സെല്ലുകളും ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഭീകര മൊഡ്യൂൾ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ലക്നൌവിലെ ഒരു വനിതാ മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർ ഷഹീൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ പങ്കാളിത്തം, കാരണം ചില ഉദ്യോഗസ്ഥർ ഇതിനെ വൈറ്റ് കോളർ ഭീകര മൊഡ്യൂൾ എന്ന് വിശേഷിപ്പിച്ചു. അന്വേഷണം ഊർജിതമാക്കിയതോടെ നവംബർ 8 ശനിയാഴ്ച ഫരീദാബാദിൽ അൽ ഫല മെഡിക്കൽ കോളേജിൽ നിന്ന് സുരക്ഷാ സേന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. തൊട്ടടുത്ത ദിവസം മേവാത്തിലും ഫരീദാബാദിലും നടന്ന വ്യത്യസ്ത റെയ്ഡുകളിൽ 2563 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മാണ സാമഗ്രികളുമാണ് കണ്ടെത്തിയത്. സമീപ വർഷങ്ങളിൽ കണ്ടെത്തിയ ഏറ്റവും ഭീകരവാദി പദ്ധതിയായിരുന്നു പോലീസിന് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടത്. ഫരീദാബാദിൽ ഡോക്ടർ മുസമ്മലിന്റെ വാടക വീട്ടിൽ നിന്ന് ഏകദേശം 360 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിന്നെയും കണ്ടെടുത്തു. അങ്ങനെ ആകെ മൊത്തം 2900 കിലോ സ്ഫോടക വസ്തുക്കൾ, ഡൽഹി നഗരത്തിനെ തന്നെ കത്തിക്കാൻ പ്രകടശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ. എന്നാൽ മുസമ്മൽ അറസ്റ്റിലായപ്പോൾ മറ്റൊരു കൂട്ടാളി ഒളിവിൽ പോയി. പിന്നീട് അയാൾ ഡൽഹി സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരനും ചാവേർ ബോംബറായി ഇപ്പോഴറിയപ്പെടുന്ന ഡോക്ടർ ഉമർ നബിയാണ് എന്ന് സ്ഥിരീകരിച്ചു. നവംബർ 10 ലാൽ ഖില മെട്രോ സ്റ്റേഷന് പുറത്ത് പൊട്ടിത്തെറിച്ച 12 പേർ കൊല്ലപ്പെടുകയും 20ലധികം പേർ പരിക്കേൽക്കുകയും ചെയ്ത ഹ്യുണ്ടായി i20 കാർ ഓടിച്ചിരുന്നത് ഇയാളാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു പോസ്റ്റർ കേസിനെ ഗൗരവമായി ജമ്മു SSP സന്ദീപ് ചക്രവർത്തി എടുത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വലിയ ഭീകര ശൃംഖലയെ തന്നെ, സ്വതന്ത്ര ഇന്ത്യ കണ്ടേക്കാവുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായി അത് മാറിയേക്കാവുന്ന ഒരു ശൃംഖലയെ തന്നെ പിടികൂടാൻ കഴിഞ്ഞത് എന്ന് ഓർക്കണം. 6 തവണ പ്രസിഡന്റ് പോലീസ് PMG മെഡലും 4 തവണ ജമ്മു പോലീസ് മെഡലും വാങ്ങിയിട്ടുള്ള സന്ദീപ് ചക്രവർത്തി കർണൂൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദം നേടിയതിന് പിന്നാലെയാണ് സിവിൽ സർവീസിലേക്ക് എത്തിയത്. ഒരു വശത്ത് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ തന്നെ ജീവൻ എടുക്കുന്ന ഭീകരവാദികളായപ്പോൾ, മറുവശത്ത് നിരപരാധികളായിട്ടുള്ള സാധാരണ ജനങ്ങളെ രക്ഷിക്കാൻ വന്നതും മെഡിക്കൽ ബിരുദം നേടിയിട്ടും അത് വേണ്ട എന്ന് വെച്ചിട്ട് പോലീസ് സേനയിൽ ചേർന്ന ഒരാൾ ആണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു ദൈവനിയോഗമായിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.